അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ട്യൂട്ടോറിയൽ ആരംഭിക്കണം. അപ്പോൾ ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കും, ആർക്കും വേണം ട്രൈ ചെയ്യാം. നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നേരെ VS കോഡ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ കോഡ് ചെയ്യുന്നത് മുഴുവൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലായിരിക്കും ചെയ്യാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇപ്പോൾ വിൻഡോസിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യണത് ഞാനത് പറഞ്ഞുതരാം. നമ്മൾ ഡൗൺലോഡ് കൊടുക്കുന്നു. ഓക്കെ, അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. നമുക്ക് ഡൗൺലോഡ് ആവുന്നുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യണത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ മെഷീനിൽ റൺ ചെയ്യണമെങ്കിൽ ലോഡ് ചെയ്ത് വേണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇതിന് കറണ്ട് വേർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. കറണ്ട് വേർഷൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യാം. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് ഇൻസ്റ്റാൾ. ഫിനിഷ് കൊടുക്കാം. അതുപോലെ തന്നെ നോഡ് ജെയ്സ് ഇൻസ്റ്റാൾ ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് തരണം എന്നതാണ്. നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഫിനിഷ് കൊടുക്കാം. ഇത് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടാണ് പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്ത്. ഓക്കെ, ഫിനിഷ് കൊടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടെർമിനൽ എടുക്കാം. ടെർമിനൽ എടുത്തതിന് ശേഷം ജസ്റ്റ് നോഡ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ എൻ്റർ അടിക്കാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു നോഡ് JS വേർഷൻ 21.2.0. ഇങ്ങനെ വരാണെങ്കിൽ സെറ്റപ്പ് ചെയ്തതൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ തുടങ്ങി കോഡ് ചെയ്താം. കുറച്ച് നമ്മൾ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കെല്ലാം ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കോഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഈ വീഡിയോ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞ് അടുത്ത വീഡിയോ കാണാണ്ട് മടി പിടിച്ചിരിക്കരുത്. എല്ലാവരും പ്രൊഡക്റ്റീവായിട്ടിരിക്കുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം.